മുനമ്പത്ത് കണ്ണും നട്ടിരിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? വഖഫിന് പിന്നിൽ കച്ചവടമോ തീവ്രവാദമോ? ജനങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കാനല്ല UDF മുസ്ലിം ലീഗ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. വഖഫ് ബോർഡ് ഉള്ളപ്പോൾ വഖഫ് ബോർഡിന് മുകളിൽ STPയെ നിയന്ത്രിക്കുന്ന വഖഫ് സംരക്ഷണ സമിതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരാണ് കേസുകൾ മുഴുവൻ നടത്തുന്നത്. നരേന്ദ്രമോദിജി ആദ്യം മുതൽ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ ഐഡിയോളജി ഭരണഘടനയാണ്. ആ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാൻ BJP ഉണ്ടാവും. പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് കടലിന്റെ മറ്റൊരു ഭാഗവും കിഴക്ക് പെരിയാറും അതിരിടുന്ന വൈപ്പിൻകരയുടെ അങ്ങേയറ്റമാണ് മുനമ്പം. 1314 ഒരു പ്രളയം സൃഷ്ടിച്ചെടുത്തതാണ് ഈ ഭൂമിയെ. പക്ഷെ ഇന്നും പ്രളയജലത്തിൽ മുങ്ങിത്താഴുന്ന ജനതയാണ് മുനമ്പത്തുകാർ. സംഘടിത മതശക്തികളുടെ ആക്രമണവും വഖഫ് ഭീകരതയുമാണ് അവരെ ഈ നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിട്ടത്. ഭരണം മാറി ജനപ്രതിനിധികൾ മാറി വന്നു. പക്ഷേ മുനമ്പത്തുകാരുടെ ആശങ്കയ്ക്ക് മാത്രം ഒട്ടും കുറവില്ല. ഇനി ആരിലാണ് മുനമ്പത്തുകാരുടെ പ്രതീക്ഷ? എനിക്ക് പിന്നിലൊരു കടൽ ഇരമ്പുന്നുണ്ട്, മുനമ്പത്തെ കടൽ. എനിക്ക് മുൻപിലും മറ്റൊരു കടൽ ഇരമ്പുന്നു. അത് വഖഫ് അധിനിവേശം സൃഷ്ടിച്ച സുനാമി തിരകൾ അലയടിക്കുന്ന മറ്റൊരു കടലാണ്. ആ കടലിൻ്റെ പേരാണ് ലിസി ആൻ്റണി. ഞാൻ 4ാം തലമുറയാണ് ഇവിടെ ജനിച്ചു വളർന്ന്. ഞങ്ങൾ കടലിൽ കയറി ഒഴുകി ഞങ്ങൾ ചെറ്റപ്പരയിലാണ് കിടന്നിരുന്നത്. ഓലപ്പരയിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. അത് കടലിൽ കയറി ഒഴുകുമ്പോൾ വേറെ പൊക്കം കാണുന്നിടത്ത് പെര മാറ്റി വെച്ച് അങ്ങനെ ഞങ്ങളുടെ പൂർവികന്മാരായിട്ട് തന്നെ ഇവിടുത്തെ താമസക്കാർ. മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരിടത്തും പോയാലും ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതവും ജീവനും ഒക്കെ ഇവിടെ തന്നെ. അപ്പം അങ്ങനെ അത്രയും കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതാണ്. ഒരു കാറ്റും കോളും ഈ സമയങ്ങളിലെല്ലാം പെരക്ക് ചുറ്റും കയറ് കെട്ടി കുച്ചിയിട്ട് ആണ് പെര നിർത്തുന്നത്. കാറ്റത്ത് അരിച്ചു വീണു പോകും. കടലിൽ ചില സമയത്ത് കഞ്ഞി അടപ്പത്തിട്ടിരിക്കുന്ന സമയത്തായിരിക്കും കടൽ ഇരച്ച് വന്ന് കഞ്ഞിക്കലവും എല്ലാ ചട്ടിയും കലവും ഒക്കെ കൂടി തൂത്തുവാരി കളയണത്. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു വന്നതാണ്. 90-ലാണ് കല്യാണം കഴിച്ചു വന്നത്. 91-ലാണ് ഈ ഭൂമി നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നത്. കല്യാണം കഴിഞ്ഞ് 6 മാസമായപ്പോഴത്തേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന സ്വർണ്ണമൊക്കെ കൊടുത്താണ് ഈ ഭൂമി ഞങ്ങൾ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് ഈ ചെറ്റമൊന്ന് മാറ്റി ഒരു മതിൽ കെട്ടി ഒരു കുടില് ഞങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഞങ്ങൾ ആണും പെണ്ണും കടലിൽ കിടന്ന് പെണ്ണുങ്ങൾ തിരുവാരി, ആണുങ്ങൾ കമ്പവലയാണ്, അന്ന് ചീനവലയാണ്, ബോട്ടൊന്നുമില്ല. ആ ചീനവല വലിച്ചും ഒക്കെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുടിലുകളാണ്. സിവാട് വന്നതിന് ശേഷമാണ് ഈ ആർത്തരമ്പ്യ കടലിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് കയറാതെ ആയത്. അപ്പം ഞങ്ങൾ കടലിൽ പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കടലിൽ പോയാൽ അങ്ങോട്ട് തിരിച്ച് അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. അങ്ങനെ പണിക്ക് പോയി ഞാൻ 14 വയസ്സ് തുടങ്ങി ഇപ്പോൾ 63 വയസ്സായി. ഈ 63 വയസ്സ് വരെ ഞാൻ കടലിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അന്നൊക്കെ കറണ്ടൊന്നുമില്ല, ഇരുട്ടിലാണ്. പാട്ടവിളക്ക് കത്തിച്ച് വെച്ചാണ് ഞങ്ങൾ ജീവിക്കണം. ഈ കടലൊഴുകുമ്പോഴും ഞങ്ങളെയും പായെന്ന് പറയാനില്ല, മിക്കതും ഈ ടർപ്പായ സാധനങ്ങളൊക്കെ വിരിച്ചാണ് ഞങ്ങളെയൊക്കെ അമ്മമാർ കടത്തി വെച്ചത്. അതൊക്കെ പൊക്കി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നേരം വെളുപ്പിച്ച് അത്രയും കഷ്ടതയുടെ 7 മടങ്ങ് ചൂളയിലാണ് ഞങ്ങൾ ജീവിച്ചത്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ ഭൂമി കൊണ്ടുപോയി നമ്മൾ ലോൺ ചെയ്താണ് ആവശ്യങ്ങൾ നടത്തുന്നത്. വീട് വെച്ചതും അങ്ങനെയാണ്, അല്ലാണ്ട് സമ്പാദ്യമൊന്നും വെച്ചും കൊണ്ടിരിക്കലില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വഖഫിൻ്റെ ഒരു എന്ത് വന്നത്. എൻ്റെ അനിയൻ്റെ മോള് പുറത്തേക്ക് പോകാൻ പേപ്പറൊക്കെ ശരിയാക്കി അപ്പോൾ ലോൺ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ ബാങ്കുകാർ പറയുന്നത് ഇതിപ്പോൾ സ്റ്റേ ചെയ്തേക്കണമെന്ന്. ഇവരെ വഞ്ചിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് LDF UDF ഇതുവരെ ചെയ്തിരിക്കുന്നത്. കാരണം ഇവർ പാവങ്ങൾ, അവരുടെ ഭൂമിയും അവരുടെ വീടുകളെല്ലാം അവർ താമസിക്കുന്നു, എത്ര കൊല്ലമായി താമസിക്കുന്നു. പെട്ടെന്ന് വഖഫ് ബോർഡ് വന്നിട്ട് പറയുന്നു ആ ഭൂമി നമ്മുടെ ഭൂമിയാണ്. പണം കൊടുത്തു വാങ്ങി സ്വന്തമെന്ന് വിശ്വസിക്കുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വില്ലേജ് ഓഫീസിൽ കരവടയ്ക്കാൻ ചെന്നപ്പോൾ ഇത് വഖഫ് ബോർഡിൻ്റേതാണ്, നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞിടത്തു നിന്നാണ് മുനമ്പം ജനതയുടെ ആ വലിയ ദുരന്തത്തിൻ്റെ ആരംഭം. മുനമ്പത്തെ കടൽ എപ്പോഴും ശാന്തമാകാറില്ല. അങ്ങനെ തീരെ ജീവിതങ്ങളിലേക്ക് ഇരമ്പിയാർക്കുന്ന തിരകളെ തടുക്കാൻ ഇവിടെ ഒരു പുലിമുട്ടുണ്ട്, ഒരു കരിങ്കൽ ഭിത്തിയുണ്ട്. അത്തരത്തിൽ മുനമ്പത്തെ ജനജീവിതത്തിലേക്ക് ഇരമ്പിയാർത്ത ഒന്നായിരുന്നു വഖഫ് അധിനിവേശം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളെ എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല, ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നും പറഞ്ഞിട്ട് ദൈവനാമത്തിൽ ചതിക്കപ്പെട്ടിരിക്കുന്നത്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഞങ്ങൾ പറയും അതൊരു തീവ്രവാദ സംഘടന. അവർക്ക് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമി? ഈ മുനമ്പം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഷോൺ ജോർജ് യു ആർ ആഡഡ് മുനമ്പം വഖഫ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇതൊരു വൈദികൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ജോഷി മയ്യാറ്റിൽ, അന്ന് എനിക്ക് അച്ഛനെ അറിയില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നു പലപ്പോഴും. അപ്പം ഞാനിത് അപ്പോഴാണ് ഈ ഗ്രൂപ്പ് എടുത്ത് നോക്കുന്നത്. അപ്പം ഷോൺ ജോർജിനെ വിളിക്കൂ, ഷോൺ ജോർജിനെ സമരപന്തലിലെത്തിക്കൂ, ഷോൺ ജോർജിനെ ക്ഷണിക്കണം. മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ്, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ്. അപ്പോൾ എനിക്ക് കാര്യങ്ങളിലേക്ക് പഠിച്ചിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ന്യായമുള്ളൊരു സമരമാണ്. ഇവിടെ തൈ വെച്ചപ്പോഴാ കുടിരി വെച്ചപ്പോഴാ ഒരു തടസ്സവും ഞങ്ങൾക്ക് ഉണ്ടായില്ല. അതാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മയുടെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഇത് നമ്മുടെ ഭൂമിയല്ല എന്ന രീതിയിൽ കണ്ടിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സൂചന എങ്കിലും തന്നില്ല? ഉണ്ടായിരുന്നില്ല. ഇത് കടൽ വെച്ച ഭൂമി, ഇത് ഗവൺമെൻറ്റിനോട് പലവട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾക്കിത് പതിച്ചു കിട്ടണം, ഇത് കടൽ വെച്ച ഭൂമി, ഞങ്ങൾ ഈ കിടക്കണ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് പതിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവരിതൊന്നും ചെവി കൊണ്ടിരുന്നില്ല. വഖഫ് വിഷയത്തിൽ നിലപാട് പറയാൻ കഴിയാതെ മലക്കം മറിയുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുനമ്പത്തെ ഭൂമി വഖഫിൻ്റേതാണെന്ന് ലീഗ് പിടിമുറുക്കുമ്പോൾ ചർച്ചകൾ വരട്ടെ എന്ന് പറഞ്ഞ് സതീശൻ നിലപാട് മയപ്പെടുത്തി. ലീഗ് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ലീഗിൻ്റെ തീരുമാനത്തിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നു. UDF വന്നു അവിടെ പറഞ്ഞു ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ 10 മിനിറ്റിൽ ഇത് പരിഹരിക്കാം എന്നാണ് അവരുടെ വാഗ്ദാനം. LDF ഒരു നാടകം ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു, മുന്നണിയായിരുന്നു. UDF എന്ന് പറഞ്ഞാൽ ഒരു നാടകമൊന്നുമില്ല. അവർ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഈ ഭൂമി നമ്മുടേതല്ല എന്നത് തിരിച്ചറിഞ്ഞത് 22-ലാണ്. അത് അപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. എനിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ ഭൂമി മേടിക്കുന്നത്. ഉണ്ടായത് കമ്മലും മാലയൊക്കെ വിറ്റ് ചുട്ട് ആണ് ഈ ഭൂമി മേടിക്കുന്നത്. മേടിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ആധാരമുണ്ട്. നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, 3.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസൽമാൻ ഫാമിലി പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് പറയുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. പോക്കുവരവ് ചെയ്തേക്കണം. എല്ലാ രേഖകളും നമ്മുടെ ഇരിക്കെ ഈ ഭൂമി മറ്റൊരാളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ലോകത്ത് എവിടെ ഇത് നടക്കും? ഞാൻ 5ാം തലമുറയാണ് ഇവിടെ താമസിക്കുന്നത്. ഫറൂഖ് കോളേജിന് ഭൂമി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് കടലെടുത്ത് പോയി. കടലിങ്ങനെ ഭയങ്കരമായിട്ട് ഈ ഭൂമി നോക്കിയാൽ തന്നെ അറിയാം, സ്റ്റെപ്പായിട്ടാണ് ഇത് കിടക്കുന്നത്. കുറച്ച് കടലിൽ വെച്ച് ഭൂമി വരും, പിന്നെ അത് കടലിൽ കൊണ്ടുപോകും, പിന്നെ അത് ഭൂമി വരും. അങ്ങനെ വെച്ച ഭൂമികളാണിത്. ഫറൂഖ് കോളേജ് ഇത് അവകാശപ്പെട്ട്
അങ്ങനെ അവരായിട്ട് കേസ് പറഞ്ഞ് അപ്പോഴും ഞങ്ങൾ ഇങ്ങാട് കിടക്കണവർക്ക് കേസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ BMSൻ്റെ പുഷിംഗ് ബോർഡ് തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ഇന്നുവരെയും 10 വർഷമായിട്ട് വോട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ വോട്ട് ചെയ്ത് ഞങ്ങളുടെ ഇവിടെ ഉള്ള വാർഡ് മെമ്പറിനെ ജയിപ്പിച്ചേങ്ങ. BJPയുടെ ഒരു മെമ്പർ പോലും നിൽക്കാത്തൊരു സ്ഥലമാണിത്. അപ്പം ഞങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടായിട്ടുള്ള ഞാനൊരു ക്രിസ്ത്യാനിയുമാണ്. ജനാധിപത്യം ഇവിടെ ഉണ്ടായ കാലം തൊട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ BJP എന്നുള്ള ഒരു അംഗം ഈ വാർഡിൽ ഉണ്ടായിട്ടില്ല. അത്രയും ക്രൂഷ്യലായിട്ട് നിൽക്കണ ഈ വാർഡിൽ ഈ പ്രാവശ്യത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഈ കാൻഡിഡേറ്റായിട്ട് ഞാൻ നിൽക്കുകയും അത്യാവശ്യം ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തതാണ്. അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് CK സുരേന്ദ്രനെ വിളിച്ചു. അപ്പോൾ സുരേന്ദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എത്രയും പെട്ടെന്ന് മുനമ്പത്ത് ചെല്ലണം, മുനമ്പം ജനതയ്ക്ക് നമ്മുടെ പിന്തുണ അറിയിക്കണം, ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. ഞാനും അപ്പം ഏറെക്കുറെയൊക്കെ പഠിച്ച് എനിക്ക് ഇതിനകത്ത് ഇടപെടണം എന്നെനിക്ക് തോന്നിയ ഒരു സമയത്താണ് ചേട്ടൻ്റെ കോൾ വരുന്നത്. പാർട്ടിയുടെ ആളുകളുണ്ടാവും, നിങ്ങൾ ചെന്ന് ആ വൈദികരെയും ആ സമരസമിതി ആളുകളെയും കണ്ട് നമ്മുടെ പിന്തുണ അറിയിക്കണം. ഇത് BJPക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇവരിപ്പോൾ ചെയ്തത് തെറ്റാണ്, അതിൽ ഒരു സംശയമില്ല. അതിനു വേണ്ടി അത് ഏത് ലെവലിൽ വരെയും അത് അവരൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ആലോചനകൾ നടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് അങ്ങ് സിങ്കായി. അപ്പോൾ കേന്ദ്ര സർക്കാരിന് നിയമപരിരക്ഷയിലൂടെ തന്നെ ഇവരെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയ വിശ്വാസം അവർക്കുണ്ടായി. ആ ജനത നമ്മളോടൊപ്പം നിന്നു. കേന്ദ്രം അങ്ങനെ ഒരു വകുപ്പ് നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കേസിനെങ്കിലും പോകാം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കേസിന് പോകില്ല, പോകാൻ പറ്റില്ല. ഞങ്ങളുടെ തലക്ക് മുകളിലല്ലേ ഈ വാർഡ് നിൽക്കുന്നത്. സെക്ഷൻ 40 ഉൾപ്പെടെയുള്ള വഖഫ് ബോർഡിൻ്റെ കിരാത നിയമങ്ങളെ മോദി സർക്കാർ പൊളിച്ചെഴുതി. ഇനി ഒരിക്കലും അതുണ്ടാവില്ല. ഞങ്ങൾക്ക് എത്രയോ ആശ്വാസമാണ് ചെയ്തത്. ഇനിയും ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ സഹായം തന്നെ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ഈ മുനമ്പം അധിനിവേശ പ്രശ്നം എന്ന് പറയുന്നത്, വഖഫ് അധിനിവേശ പ്രശ്നം എന്ന് പറയുന്നത് 1-2 ആളുകൾ മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ഒരു ജനത ഒട്ടാകെയാണ്, ഒരു നാടൊട്ടാകെ അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ ഒപ്പം നിൽക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്നവരാകട്ടെ ഇപ്പോഴാകട്ടെ. വഖഫ് ബോർഡ് എന്ന് എല്ലാ കാലത്തും ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധികളാണ് വഖഫ് ബോർഡിനെ നിയന്ത്രിച്ചിട്ടുള്ളത്. വഖഫ് ബോർഡ് ചെയർമാൻ സ്വാഭാവികമായിട്ടും അതാത് സമയത്ത് ആരൊക്കെ ഭരിക്കുന്നു അവരുടെ പ്രതിനിധികളായി തന്നെയാണ് വഖഫ് ബോർഡിൻ്റെ ചെയർമാനും അംഗങ്ങളൊക്കെ വരാറുള്ളത്. അതിന് കുഴപ്പമില്ല. പക്ഷേ അവരുടെ താല്പര്യങ്ങൾ രാഷ്ട്രീയമായി മാറരുത്. മുനമ്പത്തുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ദുശഗുണമാണ് ഹൈബീഡൻ എന്ന് പറയുന്ന ഒരു MP. കാരണം മുനമ്പത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെ നല്ല അവസരങ്ങളുണ്ടായിരുന്നു പാർലമെൻറ്റിൽ വഖഫ് അമെൻമെൻറ്റ് ബില്ല് വന്നതിന് ശേഷം. പക്ഷേ പുള്ളി അവിടെ വഖഫിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, ലീഗിൻ്റെ അടിമയാണ് അദ്ദേഹം. VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു ശരിയാക്കി തരാം. അതുപോലെ ഞങ്ങളുടെ നിന്ന MLA നിന്നത് സമരപന്തലിൽ, അന്ന് ഞാൻ സമരപന്തലിലുണ്ട്. അന്ന് വന്നേച്ചും പറഞ്ഞ് ഞങ്ങൾ കയറിയ ഇത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ അവരുടെ കൂടെ നിന്നത്. ഡൊമിനിക് പ്രസിഡേഷൻ, ചെന്നിത്തല എല്ലാവരും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇത് തിരിച്ച് ഞങ്ങൾ തരുമെന്ന്. 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 10 ദിവസം കൊണ്ടല്ല 10 മാസം കൊണ്ടായാലും ഞങ്ങളുടെ ആശങ്ക ഒഴിവാക്കി തന്നെ. ചങ്കുറ്റുള്ള മുഖ്യമന്ത്രിയല്ല ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കണത്. അതായത് ഇപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒരു ചരട് വലിയിലുള്ള ഒരു മുഖ്യമന്ത്രിയാണിപ്പോൾ. അവർ പറയണത് കേട്ടില്ലെങ്കിൽ ഭരണം പോവും, അതുറപ്പാണ്, എല്ലാവർക്കും അറിയാതെ. UDF എത്രയോ കൊല്ലമായിട്ട് ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്ന ഒരു മുന്നണിയാണ്. എന്നിട്ടും ജനങ്ങൾ അവർ വിശ്വസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം. 600 പേരാണോ അവരുടെ വോട്ടാണോ വേണ്ടത്, മറുവശത്ത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് ബാങ്കാണോ വേണ്ടത്? അത് അങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത്. കോൺഗ്രസിനെയാണ് ഈ ഞങ്ങളുടെ ഈ അച്ഛന്മാർക്കും മറ്റേ മെത്രാന്മാർക്കും ഒക്കെ വിശ്വാസം അവരാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൊണ്ടുപോയി ഈ കോൺഗ്രസിൽ കൊണ്ടുപോയി കുത്തി അവർ ജയിപ്പിച്ച്. ഇപ്പം ന്യൂനപക്ഷത്തിൻ്റെ ഒരു മന്ത്രിനെ ഞങ്ങൾക്ക് കിട്ടിയല്ല എന്നാണ് പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുന്നുണ്ട് മെത്രാന്മാരും അച്ഛന്മാരും. ഒന്നും കിട്ടാൻ പോകില്ല. ടോണി ചെമ്മണി ഇവിടെ വരണ്ട. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇടാം. വഖഫ് ഈ മുനമ്പത്ത് ചെയ്തിരിക്കുന്ന അനീതിയിൽ നിന്ന് വഖഫ് ബോർഡ് പിന്മാറണം. ആ ഭൂമി ആ ജനങ്ങൾക്ക് വിധിക്കപ്പെട്ട ഭൂമിയാണ്. വഖഫ് ചെയ്തിരിക്കുന്ന അനീതിയാണെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം പോലും ഒരു പുള്ളിയുടെ ഫേസ്ബുക്ക് മുഴുവനും ചെമ്പഴക്ക
പാലുണ്ണി എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സുകാരാ അന്ന് ഞങ്ങളോട് ഒരു വിധത്തിലും ഒരു സമാധാന സന്ധി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരാണ്, അവരധികാരത്തിൽ വരുത്തിയവരാണ്. ഞങ്ങൾക്കൊരാശ്വാസമാക്കുക, ഞങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളെ ഞങ്ങൾ സഹായിക്കാമെന്ന അത് പ്രശ്നമില്ലാതെ ആക്കാമെന്ന ഒന്നും അവർ പറഞ്ഞില്ല. അതുകൊണ്ടാണ് BJPക്കാർ വന്ന് ഞങ്ങൾക്ക് ആശ്വാസത്തിന് അവർ കൂട്ടുനിന്നപ്പോൾ ഞങ്ങൾ ആ നിലയിലോട്ട് മാറി. ഞങ്ങൾക്കല്ലാതെ സഹായിക്കാൻ ആരാണുള്ളത്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കാനല്ല അവരുടെ തീരുമാനമെല്ലാം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അപ്പോൾ UDF മുസ്ലിം ലീഗ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് കൂട്ടരാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയത്തിൽ അവിടെ അവർ ഹിജാബ് സംരക്ഷകരായിരുന്നു. അതേ ഗ്രൂപ്പ് ഇവിടെ വഖഫ് സംരക്ഷകരായിരുന്നു. അപ്പോൾ അന്ന് ഹൈബീഡിന് അവിടെ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത സമയത്ത് ഹൈബീഡിന് പ്രൊട്ടക്ഷനായിട്ട് വന്നത് ഈ വഖഫ് സംരക്ഷണ വേദിയും വഖഫ് സംരക്ഷണ സമിതിയുമാണ്. ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗിൻ്റെയും പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നണത്. അല്ലാതെ കഴിഞ്ഞ ഗവൺമെൻറ് 8ൻ്റെ പണി കൊടുത്തതല്ല, അവർ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായിപ്പാ. മുസ്ലിം സംഘടനകളുടെ കടന്നുകയറ്റം എത്രയും വേഗം ഗവൺമെൻറ്റുകൾ ഇടപെട്ട് ഞങ്ങളിൽ നിന്ന് ഇത് ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടും പറയാനുള്ളത്. മുനമ്പത്ത് കണ്ണും നട്ടിരിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? വഖഫിന് പിന്നിൽ കച്ചവടമോ തീവ്രവാദമോ? ഇവിടെ നിന്ന് ഈ ജനങ്ങളെ ഒഴിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെന്നാണ് കിട്ടുന്നത്? ഒരു തീരം സ്വന്തമായിട്ട് കിട്ടുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രീണനം പോളിറ്റിക്സ്, പ്രീണരാഷ്ട്രീയം ചെയ്യുന്നവർ ആരാണെങ്കിലും അതിൻ്റെ ഒപ്പം ഈ തീവ്രവാദ സംഘടനകളും വരും എന്ന് നിങ്ങൾ എവിടെ നോക്കിയാലും ഇത് പരിശോധിക്കേണ്ടതും പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയും, തീവ്രവാദത്തിന് വേണ്ടി മാത്രമാണ് ഈ തീരം അവർ ഉപയോഗിക്കാൻ വേണ്ടി പോയിരുന്നത്. ആരാണ് ഈ വഖഫ് സംരക്ഷണ സമിതി? സിമി പ്രവർത്തകരായ 2 ആളുകളാണ് മുനമ്പത്തിനെതിരെ നിരന്തരമായി കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ കടലിനോട് ചേർന്നുള്ള ആ പ്രദേശത്തിൻ്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ അവർ ഈ വസ്തുവിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമത്തെ നമുക്ക് ഭീതിയോടുകൂടിയേ കാണാൻ കഴിയും. ഈ പീഡനരാഷ്ട്രീയം ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഇതുപോലെ ഒരു തീവ്രവാദ സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമി, SDPI, PFI പ്രവർത്തകരാണ്, SDPI പ്രവർത്തകരാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാരാണ്. വഖഫ് ബോർഡ് ഉള്ളപ്പോൾ വഖഫ് ബോർഡിന് മുകളിൽ STPയെ നിയന്ത്രിക്കുന്ന വഖഫ് സംരക്ഷണ സമിതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരാണ് കേസുകൾ മുഴുവൻ നടത്തുന്നത്. അപ്പോൾ അതിന് അവർ കാണിക്കുന്ന വർഗീയതയ്ക്ക്, അത് വർഗീയതയാണെന്ന് പറയുന്ന BJPയും BJP നേതാക്കളും വർഗീയവാദികൾ. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരുണ്ടാവും. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും, ഭരണഘടനയുടെ എതിരെ എന്തെങ്കിലും ചെയ്താലും, നിയമങ്ങളെതിരെ എന്തെങ്കിലും ചെയ്താലും ഞങ്ങൾക്ക് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാർ വന്ന് നമ്മൾ സംരക്ഷിക്കും. കേരള ജനത മുഴുവനും വിശ്വസിച്ചിരിക്കുന്നത് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന്. അതാണ് ഇവരുണ്ടാക്കിയ ക്രിയേറ്റ് ചെയ്ത ഒരു ഫേക്ക് സ്റ്റോറി. ഒരു കോടതിയും ഇന്ത്യയിൽ ഇതുവരെ മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല. 51ൻ്റെ അന്ന് VD സതീശനും ഇവിടെയുള്ള MLAമാരും MP മാരും നമ്മുടെ ഹൈബീഡൻ എല്ലാവരും കൂടെ വന്ന് ഇവിടെ സമരപ്പന്തലിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, 1.5 കൊല്ലം കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ അവർ 1.5 കൊല്ലം കഴിഞ്ഞ് വന്നിട്ടും ഞങ്ങൾക്കൊരു രക്ഷയും കാണുന്നില്ലത്. എത്ര നാളായി ഞങ്ങളെല്ലാവരും ഇത് അനുഭവിക്കണം. ഇവർക്ക് ഒരു വിഷയമില്ല, ഇവരിങ്ങനെ നടക്കുകയാണ്. ഞങ്ങളുടെ കാര്യം, ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ വികാരി അച്ഛൻ ഇന്നലെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞാണ് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന്. അയാണ്ട് 2 മിനിറ്റ് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് തിരക്കാണെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അച്ഛൻ പള്ളിയിലും വിളിച്ചു പറഞ്ഞു. ഇതാണ് ഒരു മുഖ്യമന്ത്രി. കോൺഗ്രസ് പാർട്ടിക്കാരും സമരപന്തലിൽ വന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിരാഹാരം നിർത്തിയേക്കണം. ഞങ്ങൾക്ക് അതിനൊരാശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമാക്കും സമരം, നിരാഹാരം തുടങ്ങും. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറി, പുതിയ സഭ, പുതിയ മന്ത്രിസഭ എല്ലാം വന്നു. സഭയ്ക്കകത്ത് ഒരുപക്ഷെ വീണ്ടും ഒരു മുനമ്പം വിഷയം വീണ്ടും ഒരു ചർച്ചാ വിഷയമായി വന്നാൽ എത്രത്തോളം പിന്തുണ ഇടതുവലത് മുന്നണികളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്?
ഇടത് വലത് മുന്നണിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇതേ സംഭവം ഈ സഭയിൽ വന്നപ്പോൾ ഈ 140 പേരും കൂടി ഒരുമിച്ച് കൈപൊക്കിയതാണ്. കാരണം അവർക്ക് അതിനുള്ള ആത്മധൈര്യം, അതിനുള്ള ചങ്കൂറ്റമുള്ള ഒരാളും ഇടതിലും ഉണ്ട് വലതിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അവർക്ക് അത് ചെയ്യാണ്ട് ഇരിക്കാൻ ഒരു അനുവാദവും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി കൊടുക്കില്ല. ഇപ്പോഴത്തെ സർക്കാരിന് ശരിക്കും അറിയാം ഇത് ആടിനെ പട്ടിയാക്കുന്ന ഒരു സീനാണ്. ജനമില്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാ, ജനമാണ് ഗവൺമെൻറ്. UDF വന്നു, ഒരു പ്രചരണം നടത്തി, അവർ ജയിച്ചു, ജനങ്ങൾ അവർക്കൊരു പിന്തുണ കൊടുത്തു, വിശ്വസിച്ചു. പക്ഷേ അവരുടെ ഒരു സത്യമായ ഒരു കൃത്യമായ അവരുടെ ഒരു കളർ എന്താണ്, അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോൾ മുനമ്പം ജനങ്ങൾ സഹിക്കുന്നു, മറ്റ് എല്ലാവരും മനസ്സിലാക്കുന്നു. ഹൈക്കോടതി ഇത് ഡിവിഷൻ ബെഞ്ച് ഇത് വകുപ്പല്ല എന്ന് പറഞ്ഞ സമയത്ത് ഗവൺമെൻറ് ഇത് അംഗീകരിച്ച് ഞങ്ങൾക്ക് ഇത് നിയമിച്ച് തരാമായിരുന്നു. അത് ചെയ്തില്ല. ഇപ്പോൾ ഒരാൾ ഈ റോട്ടിലൂടെ പോയിട്ട് ഒരു മുസൽമാന് ആ വീടിനെ നോക്കിയിട്ട് വക്കഫ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് സ്വന്തമാക്കാവുന്നുള്ളൊരു നിയമമാണ്. അത് ആരുണ്ടാക്കിയതാണ്? കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ഇനി എങ്ങാനും കൊടുത്ത ആ ഒരു ഡീൽ ആയിക്കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇവർക്കിപ്പോൾ ഇവരുടെ തലേന്ന് ഇത് പോകാൻ വേണ്ടി, പേരുദോഷം മാറ്റാൻ വേണ്ടി ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടൊരു 10 വർഷം കഴിയുമ്പോൾ വഖഫ് ബോർഡിൻ്റെ ആരെങ്കിലും ഒരാൾ വന്നൊരു സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ കോടതി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗതി, ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് എന്തായിരിക്കും ആ ഗതി? നമ്മളിപ്പോൾ നിൽക്കുന്നത് 2026-ലാണ്. ഒരുപക്ഷെ ഈ മുനമ്പം വിഷയം ഇത്രയും സങ്കീർണമാവുന്നതിന് മുമ്പ് തന്നെ 2008 VS അച്യുതാനന്ദൻ കാലത്ത് തന്നെ ഒരുപക്ഷെ ഇതിനൊരു പരിഹാരത്തിലേക്ക് അടുക്കാമായിരുന്നു. ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ നടത്തിയ ചില സർവേ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അന്വേഷണങ്ങളെല്ലാം ഒരുപക്ഷെ അതിലൊരു നിശ്ചയദാർഢ്യത്തോടെ ഒരു നിലപാടിലേക്ക് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ വന്നിരുന്നുവെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെട്ടേനെ എന്ന് മാത്രമല്ല ആ ഒരു ഇത്തരത്തിലുള്ളൊരു സങ്കീർണതകളിലേക്ക് പോകാതെ തന്നെ വന്നിരുന്നു. നല്ലൊരു അന്വേഷണം അന്ന് വെച്ചിട്ട് ഒരിക്കലും അതിങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് വഖഫ് ഭൂമിയല്ലെന്ന് അന്നത്തെ സർക്കാരിന് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതാരും അത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ വോട്ടുകൾക്ക് വേണ്ടിയുള്ള, മുസ്ലിം വോട്ടിന് വേണ്ടിയുള്ള ഒരു നാടകത്തിൽ പെട്ടതാണ് ഞങ്ങളെല്ലാവരും. അതിന് ഈ സർക്കാർ മാത്രമല്ല കേട്ടോ, ഇപ്പം ഞങ്ങൾ അന്ന് തുടങ്ങിയുള്ള എല്ലാ വില്ലേജ് ഓഫീസർമാർ, അന്ന് ആരായിരുന്നു തഹസീൽദാർമാർ, അന്ന് ആരായിരുന്നു സബ് കളക്ടർമാർ, അന്ന് ആരായിരുന്നു കളക്ടർമാർ, ഇവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് ശേഖരിച്ചിട്ടിരിക്കുന്നു. ഈച്ച് ആൻഡ് എവ്രി വ്യക്തികൾക്കെതിരെ ഞങ്ങൾ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞങ്ങൾക്ക് ഇപ്പോഴും BJP മാത്രമേ വിശ്വാസമുള്ളൂ. BJP ആണ് ബാക്ക് ടു ഭേദഗതി വരുത്തിയേക്കുന്നത്. 2025 ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ ഈ നിയമം പാസ്സായി. ഏപ്രിൽ 4-ാം തീയതി രാജ്യസഭയിൽ ഇത് പാസ്സായി. ബഹുമാനപ്പെട്ട രാജീവ് ജി, കിരൺ റിജിജുവിനോട് എഴുത്തഴച്ചത് ഈ മുനമ്പം ഇതിപ്പോൾ ഈ എഴുത്തഴക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വലതുപക്ഷത്തിൻ്റെ MLA ഒന്ന് ചങ്കറപ്പോടെ വന്ന് മുനമ്പത്ത് നടന്നിരിക്കുന്നത് ചതിയാണ്, അത് എഴുതാൻ ധൈര്യമുള്ള ഒരാളുണ്ട്? മുനമ്പം ജനതയുടെ ഭാഗത്തുള്ള നീതി എന്താണെന്ന് പൊതുസമൂഹത്തെ അടിച്ചമർത്തി വെച്ചിരുന്ന, അല്ല ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹവും ശ്രദ്ധിക്കാതിരുന്നൊരു വിഷയത്തെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കാരണവശാലും മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് സത്താർ സേട്ട് സംഭാവന നൽകിയ വസ്തു, അവർക്ക് പണം നൽകിയാണ് മുനമ്പം ജനത വാങ്ങിയത്. അതേ നിലപാട് അത് ട്രിബ്യൂണലിലും തുടർന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിലും ആ നിലപാടുകൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ 3 പുലികൾ വേറെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവരിൽ ആ 3 പുലികളിലുള്ള വിശ്വാസമാണ് ഞങ്ങളിവിടെ നിരാഹാര സമരം നിർത്തിയിട്ട് സമരം മാത്രം തുടർന്നുകൊണ്ട് പോകുന്നത്. ഈ ഇഷ്യൂ ഏറ്റെടുത്തിരിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല, ഇത് നീതിയും ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഭരണഘടനയിൽ ഞങ്ങൾ കൃത്യമായി വിശ്വസിക്കുന്നതും പാലിക്കുന്ന ഒരു പാർട്ടിയാണ്. നരേന്ദ്രമോദിജി ആദ്യം മുതൽ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ ഐഡിയോളജി ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ടു ഹോം, വീടും പ്രോപ്പർട്ടിയും ഉണ്ടാവാൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാൻ BJP ഉണ്ടാവും. 3 MLA ഉണ്ടാവുന്ന മുമ്പും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും. അവർക്ക് നീതി നൽകുന്നവരെ BJP NDA അവരൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ കൃത്യമായി പറയാനാണ്.
നാം കേട്ട, നമ്മൾ കണ്ട മുനമ്പത്തുകാരുടെ വ്യഥകളിൽ ഒരുപക്ഷെ ശബ്ദമിടറുന്നുണ്ടാകും. പക്ഷേ വാക്കുകൾക്ക് കാഠിന്യം ഏറെയാണ്. തലമുറകളോളം തങ്ങളെ പോറ്റിയ ഈ അറബിക്കടലിൽ ആത്മാഹുതി ചെയ്യുമെന്ന അവരുടെ വാക്ക് ഒരു ഭീഷണിയല്ല, അത് അതിജീവനത്തിൻ്റെ മുദ്രാവാക്യം കൂടിയാണ്. ഈ ബോർഡിൽ അതിജീവനത്തിൻ്റെ സമരദിനങ്ങൾ ഇനിയും കൂടുതൽ എണ്ണപ്പെടാതിരിക്കട്ടെ.